ഇപ്പൊ ലൈവ് കയറാൻ പോണ. എടുത്തു ಹೌದಾ? ഓക്കെ താങ്ക് യു. അമ്മേ ഹായ് കേക്കാവോ? ഹായ് എന്റെ ഫസ്റ്റ് ലൈവാണ് ആക്ച്വലി. എനിക്ക് ലൈവിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഹായ് എടുത്തു ഹായ്. എന്റെ വീട് കോട്ടയത്ത് ആക്ച്വലി. ഇവിടെ അടുത്ത് കടുത്തിരുത്തി. ഇവിടെ വണ്ടി സർവീസ് ചെയ്യാൻ പോകുന്നത്. ലൈവ് പോയിക്കൊണ്ടിരിക്കും ആക്ച്വലി. എന്റെ ആദ്യത്തെ ലൈവ് 5 മണിക്ക്. ഞാൻ ഇവിടെ പുറത്തായി പോയി ആക്ച്വലി. എടുത്തു പെട്ടെന്ന്. ഞാൻ പട്ടിഷോ കാണിക്കാൻ വിചാരിക്കും നാട്ടുകാര്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. ബൈ താങ്ക് യു. ഓക്കെ ഹായ്. ഇതെന്തോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്. ഹായ് ഓൾ. എന്റെ ഫസ്റ്റ് ലൈവാണ്. ഇതിനെ പറ്റി സെറ്റിംഗ്സ് ഒന്നും വലിയ ധാരണ അറിയില്ല. അർജുൻ ബിഗ് ഫാൻ. പോടാ എണിച്ച് പോടാ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ലൈക്ക് ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഇത്രയും പേരെന്നെ സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ഇത്രയും ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാവുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആൻഡ് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതാണ് ഇത്ര ദിവസം വരായിരുന്നത് ആക്ച്വലി. അതൊക്കെ ഞാൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. സോ എല്ലാവരുടെയും മെസ്സേജും എനിക്ക് മെയിലും കുറെ കിട്ടി. കുറെ മെസ്സേജും കുറെ എല്ലാം കിട്ടി. ലൈക്ക് വെരി താങ്ക്ഫുൾ ടു എവ്രി വൺ. എല്ലാവരും എന്നെ ഹെൽത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഹാപ്പി ആണെന്ന് ചോദിക്കുന്നുണ്ട്. വെരി ഹാപ്പി, ഐ എം പ്രൗഡ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് റിക്കവർ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഇറങ്ങേണ്ട ഒരു 100 ദിവസം കഴിഞ്ഞ് ഇറങ്ങേണ്ട ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് എല്ലാവർക്കും മേ ബി കുറച്ച് പേർക്കൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചപ്പം. സോ അതിന് ഹാങ് ഓവർ ഉണ്ട്. അല്ലാതെ ഞാൻ വെരി ഹാപ്പി ആക്ച്വലി. ഹെൽത്ത് അതിന് കുറച്ച് ബോഡി വെയിറ്റ് കുറച്ച് മസിൽ ലോസ് ഉണ്ടായിരുന്നു നന്നായിട്ട്. എന്റെ ബോഡി വെയിറ്റ് ഞാൻ കയറിയപ്പോൾ 93 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് 86, 85 ആ റേഞ്ചിൽ നിൽക്കുകയാണ് എന്റെ ബോഡി വെയിറ്റ്. സോ അതൊന്ന് സെറ്റ് ആകണം. അതിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അല്ലാതെ ഞാൻ വെരി ഹാപ്പി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. എന്തുവാ കുറെ റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്നു. മഴയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം. നമ്മുടെ അവിടെ മഴ തൂർന്നുണ്ടായിരുന്നു. നാട്ടിലൊന്നും വേറെ പ്ലാനറ്റിൽ വന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് ഫൈൻ, ഞാൻ അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. 3 മാസം എന്നുള്ള നമുക്കൊരു വർഷം പോലെയായിരുന്നു അതിനകത്ത്. അപ്പൊ അതിനകത്ത് ഇറങ്ങിയതിന്റെ ചെറിയ വിഷയങ്ങളുണ്ട്. കുറെ ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നു, കുറെ പേര് ക്യാമറയൊക്കെ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ബട്ട് ടോട്ടലി ഐ എം റിയലി ഹാപ്പി. ആൻഡ് എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ വരുന്നു? ഓക്കെ, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അർജുനെ ആക്ച്വലി ഞാനും മിസ് ചെയ്യും. ഞാൻ ഇപ്പോഴാണ് റീൽസ് ഒക്കെ കാണുന്നത്. റീൽസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നി. എല്ലാവരുടെയും ലൈക്ക് ഞങ്ങളുടെ ഫണ്ണാണെങ്കിലും ഞങ്ങളുടെ കോമഡി എല്ലാ കാര്യങ്ങളും ലൈക്ക് ഞാനും ശരിക്കും നിങ്ങളെ പോലെ തന്നെ ഞാനും മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ബിഗ് ബോസിനായിരിക്കും. ബിഗ് ബോസിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നോട് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ആ ടൈമിൽ ഇപ്പൊ കാണാനൊന്നുമില്ല. സോ കുറെ മിസ് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം തൊട്ട് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയവരുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഭാഷക്കൊക്കെ എന്താ മാറ്റമെന്നോ? ഒരു മാറ്റം ഇല്ലാത്ത എന്റെ പൊന്നറിനെ. അയ്യോ. പിന്നെ എനിക്ക് കുറെ മെസ്സേജും എനിക്ക് മെസ്സേജ് ഒന്നും റിപ്ലൈ തരാൻ പറ്റുന്നില്ല. ടൈം എടുത്തിട്ടാണല്ലോ എല്ലാവർക്കും ഞാൻ മെസ്സേജ് റിവേറ്റ് ചെയ്യുന്നതായിരിക്കും. മെയിലാണെങ്കിൽ എല്ലാവർക്കും റിവേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എന്നും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് കുറെ കാര്യം ഞാൻ കാരണം ജിമ്മിൽ പോയ ചെക്കന്മാരുണ്ടെന്ന്. ഞാൻ കാരണം ജിം സ്റ്റാർട്ട് ചെയ്ത, പിന്നെ ഞാൻ കാരണം കുറെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് ഉണ്ടായ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. ലൈക്ക് അതെനിക്ക് ഭയങ്കര പ്രൗഡായി. ലൈക്ക് എനിക്ക് ഇത്രയും ദിവസം റണ്ണറപ്പ് ഒന്നും എനിക്ക് മാറ്റേഴ്സ് ആവില്ല ആക്ച്വലി. എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴും ഐ ഫീൽ വെരി ഹാപ്പി. സോ അങ്ങനെ കേൾക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്നും ലൈക്ക് കുറെ പേര് വന്ന് പറഞ്ഞു അവരുടെ ലൈഫ് ചേഞ്ചിങ്, അല്ലെങ്കിൽ റിലേറ്റീവ്സിന് കുറെ ലൈക്ക് മോട്ടിവേഷൻ കിട്ടിയെന്ന് കേൾക്കുമ്പോഴത്തേക്കിനും ലൈക്ക് എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വന്ന കാര്യം സാധിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീക്രട്ട് ഏജന്റ് ജോയിന്റ്. ഓക്കെ. സോ
ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ശ്രീതു വിളിക്കാം. ഐ മീൻ ശ്രീതു അല്ല, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ശ്രീതു വിളിക്കാറുണ്ട്, ഐ മീൻ മെസ്സേജ് ചെയ്യാറുണ്ട്. സിജോ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡു യു നോ തെലുങ്ക് ചപ്പണ്ടി നെഹി ഹും ഹാ. Yeah, you are such an inspiration. Thank you so much, bro. ഒരു ഇൻസ്പയർ ആയില്ലേലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഡ്രീം ഉണ്ടെങ്കിൽ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പ്ലാൻസ് ഇൻഷാല്ലാ അറിയില്ല. നെക്സ്റ്റ് പ്ലാൻ മൂവി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് ആക്ടിങ് വർക്ക്ഷോപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പോകുന്നു. മീൻ അതൊക്കെ പഠിക്കണം, കുറെ കാര്യം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പ്ലാൻസ്. ബിഗ് ഫാൻ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്വന്തം ബിഗ് ബോസ്. ബിഗ് ബോസിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. ശ്രീധുവിനെ ഓഫ് കോഴ്സ് ശ്രീധുവിനെ മിസ് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് കോഴ്സ് ഞാൻ മിസ് ചെയ്യും. സംതിങ് ദാറ്റ് യു ലേൺ ഫ്രം ബിഗ് ബോസ്, സംതിങ് ദാറ്റ് ഐ ലേൺ ഫ്രം ബിഗ് ബോസ് ഈസ് എന്താ പറയാ, എന്തോ ലേൺ ചെയ്ത് ഐ ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ആക്ച്വലി. ലേണിംഗ് പ്രോസസ് എല്ലാ വീക്കും എല്ലാ ഡേയ്സിലും നടക്കുന്നുണ്ട്. സോ പേഷ്യൻസ്, കൺട്രോളിങ്, അങ്ങനെ കുറെ കാര്യം പഠിച്ചു. ദെൻ ദാറ്റ് അടിപൊളി. താങ്ക് യു സോ മച്ച് ബ്രോ. പണ്ടെന്തോ മേടിച്ചതാണ്. ഹായ് നന്ദു. ചേട്ടൻ ഇപ്പൊ എവിടെയാണ്? ചേട്ടൻ ഇപ്പൊ കോട്ടയത്തുണ്ട്. എന്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി വന്നേ. വണ്ടിയൊക്കെ കുറെ 3 മാസം കഴിഞ്ഞ് ഓടിച്ച് നല്ല രസം. പുതിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അർജുൻ ലവ് ഫ്രം തമിഴ്നാട്. മൈ ഫേവറേറ്റ് മൊമെന്റ് ഇൻ ബിഗ് ബോസ് ഓഫ്കോഴ്സ് ലാൽ സാറിന്റെ മൊമെന്റ്. ലാൽ സാറായിട്ടുള്ള ഇന്ററാക്ഷൻ. എനിക്ക് പനിയുണ്ടോ എന്ന് തൊട്ട് നോക്കി, മേ ബി ഒന്നും ഔട്ട് വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ലാൽ സാറായിട്ടുള്ള മൊമെന്റ്സ് ആണ് എനിക്ക് ഏറ്റവും എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ്. അതാണ് എനിക്ക് ബിഗ് ബോസിലെ. മിസ്സിംഗ് ശ്രീജുൻ കോംബോ. രാവിലെ എണീക്കാൻ ഇപ്പൊ സോങ് വേണോ ചേട്ടാ? അതൊക്കെ ഓഫ്കോഴ്സ് രാവിലെ എനിക്ക് ബിഗ് ബോസിന്റെ സൗണ്ടും പിന്നെ ഇടക്കിടക്ക് ഞാൻ മൈക്ക് തപ്പുന്നുണ്ട്. പിന്നെ സ്റ്റോർ റൂമിലെ എന്നുള്ള ബെല്ല്, ബാറ്ററി മാറ്റാനുള്ള കാര്യങ്ങള്, മോർണിംഗ് ടാസ്ക്, അങ്ങനെ. ഇല്ല, ജിൻഡോ ചേട്ടനെ കണ്ടില്ല, കാരണം പുള്ളിക്കാരൻ ഭയങ്കര തിരക്കല്ലേ. ജിൻഡോ ചേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല. ഗബ്രീനെ കണ്ടായിരുന്നു ഞാൻ, പൂജനെ കണ്ടു, അങ്ങനെ. നെക്സ്റ്റ് മൂവി അറിയില്ല മോളെ, എനിക്ക് നെക്സ്റ്റ് മൂവി എടുക്കറിച്ചൊന്നും അറിയില്ല. അന്നേരം നിങ്ങൾക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് ആണ് എനിക്കും കിട്ടിയുള്ളൂ. എനിക്ക് വേറെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല. എന്താണ് എല്ലാ അപ്ഡേറ്റ്സും ഞാൻ അറിയുന്നതായിരിക്കും. തമിഴ് പഠിക്കുന്നുണ്ട്, തമിഴ് കൊഞ്ചം കത്തിക്കറേ. Missing you so much. I'm missing you all actually. I mean, I miss Big Boss. Of course, ഇപ്പം നിങ്ങളെല്ലാവരും കാണാൻ പറ്റും. നിങ്ങളുടെ ഫേസും പേരൊന്നും എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ താങ്ക് യു സോ മച്ച്. എന്റെ പേരൊന്നും വിളിക്കുന്നു. I am for fee. I don't go. I am for fee. Hi, I am for fee. ലാൽ സാറിന്റെ അടുത്ത് നിന്നപ്പോൾ മൊമെന്റ് എന്താ പറയാ, ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. ദാറ്റ് വാസ് ദ ബെസ്റ്റ്. എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിരിക്കും അത്. എന്താ പറയാ, ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. വിറച്ചായിരിക്കും നിൽക്കുക അടുത്ത്. അപ്പൊ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചൊരു മൊമെന്റ് അടുത്ത് കിട്ടുമ്പോഴത്തേക്കിനും ഭയങ്കര വലിയ മൊമെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു മൊമെന്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടാ ആക്ടിങ് ഒക്കെ എല്ലാരും പറഞ്ഞു. ആക്ച്വലി ഞാനത് എല്ലാവരും പറയാറുണ്ട്, എല്ലാവർക്കും ചിരി വരുന്നു. പക്ഷെ എനിക്ക് ചിരിയൊന്നും വന്നില്ലായിരുന്നു. പിന്നെ പുറത്ത് വന്ന് വീഡിയോ കണ്ടപ്പോ ഞാനും എൻജോയ് ചെയ്യാൻ തുടങ്ങി. നോറഡ് ആണെങ്കിലും ഇപ്പൊ എല്ലാവരും കൂടി ചോദിച്ചു കൺഫഷൻ റൂമിലെ കാര്യം എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. കൺഫഷൻ റൂമിലെ കാര്യമൊന്നും ആക്ച്വലി നമുക്ക് പുറത്തൊന്നും അറിയാൻ പറ്റില്ല. സോ അതെന്തോ ആ ഹാപ്പനിങ് അങ്ങനെ ആയി, മാച്ചിങ് ആയി ദൈവത്തിന്. ഐ മീൻ അത് ആ മൊമെന്റിലായി. സോ അത് നന്നായി എല്ലാവരും പറഞ്ഞു. ഹായ് ഇഗ്ല, ഹായ് ജിയ, ഹായ് ജോൺ. ഐ മീൻ കുറെ പേര് കാണുന്നുണ്ട്. യുവർ വോയിസ് ഈസ് സോ ഡീപ്പ്. ആക്ച്വലി എനിക്ക് എന്റെ വോയിസ്, ഞാൻ ഇങ്ങനെ ബിഗ് ബോസിൽ ഒരു വീഡിയോ കാണിച്ചപ്പോൾ എന്റെ വോയിസിന്റെ എനിക്ക് എന്റെ വോയിസ് ഭയങ്കര വിയേർഡ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ് ആക്ച്വലി. ഹായ് ഫോളോ ചെയ്യുമോന്നോ? ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം. എനിക്ക് കുറെ വന്നിട്ടുണ്ട്. ഞാൻ ജാട പറയുന്നല്ലോ മോളെ, കുറെ വന്നിട്ടുണ്ട് ആക്ച്വലി. ഞാൻ നോക്കിയിട്ടൊക്കെ ചെയ്യാം, എനിക്ക് പറ്റുന്നവരൊക്കെ ചെയ്യും. അർജുൻ എന്റെ വീട്ടിൽ വരുമ്പോ ഉറപ്പായിട്ടും ടൈം കിട്ടും. നമുക്ക് ആ വഴി വരുമ്പോ ഉറപ്പായിട്ടും വരാം.
ഡെമോൺസ്ലെയർ മോനെ നിർത്തില്ല. ഞാൻ കാണാൻ തുടങ്ങിയായിരുന്നു. പകുതി ആയപ്പോ എനിക്ക് ബിഗ് ബോസ് കിട്ടി. ഡെമോൺസ്ലെയർ ഓഫ് കോഴ്സ് എനിക്ക് ഫേവറേറ്റ് നറൂട്ടാണ്. പിന്നെ അറ്റാക്ക് ഓൺ ടൈറ്റൻ കാണാറുണ്ട്. ഡ്രാഗൺ ബോൾസിൽ എന്റെ അനിമെ സ്റ്റാർട്ട് ചെയ്ത ഡ്രാഗൺ ബോൾസിലാണ്. നമുക്ക് അനിമെ ടോക്ക് പിന്നെ നമുക്ക് ഉറപ്പായിട്ടും അനിമെ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചേക്കാം. വൺ പീസ് ഓക്കെ എനിക്ക് ഫേവറേറ്റ് ആണ് ആക്ച്വലി. ഹാപ്പി ടു സീ യു, ഹാപ്പി ഹെൽത്തി ഫോർ എവർ. ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ബ്രോയാണ് സിസ്റ്റർ ആണെന്ന് കരുതില്ല. വാറ്റവർ ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് അത് നോർമലി ഗ്രാജുവലി ആവത്തുള്ളൂ. സോ അതിന്റെ കുറച്ച് തത്രപ്പാടിലാണ് ആക്ച്വലി ഞാൻ. ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ക്രേവിങ്സ് ഒക്കെ പോയി. എല്ലാം അടിച്ചു പോയ പോലെ അല്ലേ, അതും അടിച്ചു പോയി. സോ പതിയെ സെറ്റ് ചെയ്യണം. കുറെ മസിൽ ലോസ് ഒക്കെ ഉണ്ടായി. എനിക്ക് തന്നെ എന്റെ ഫേസ് കണ്ട് വേറെ ആരെ പോലെ തോന്നുന്നുണ്ട്. സോ എല്ലാം പതിയെ സെറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. അതിനുള്ള പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് കണ്ണട മാറ്റാൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി ലൈവിൽ വരുന്നത്. തിരിച്ചിങ്ങനെ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യും ഫ്രണ്ട്സിന്. അപ്പൊ തിരിച്ചെന്തെങ്കിലും റെസ്പോൺസ് കിട്ടില്ല. ഇതിൽ തിരിച്ച് സൗണ്ട് ഒന്നും ഇല്ലാത്ത ഭയങ്കര ഞാൻ അതിൽ അക്സെപ്റ്റ് ചെയ്യാം. ബീങ് എ ബ്രിക്. ഓക്കെ ഫസ്റ്റ് വൺ. അക്സെപ്റ്റ്. ചേട്ടാ ഹായ് തരുമോ? ഹായ്. ഓ നീയും കാറിൽ ഞാനും കാറിൽ. എന്താ പരിപാടി? എന്തല്ല സുന്ദര എവിടാണ്? കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കണം. നീ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുമ്പോ ഞാനും കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കണ്ടേ? അതെ മച്ചാ ചിപ്പി. ഒരു മിനിറ്റ്, ഞാൻ ആദ്യം തന്നെ വണ്ടി സൈഡ് ആക്കട്ടെ. സൂപ്പർ മോഡൽ ചിപ്പി എന്നോട് കല്യാണില് ആഡ് ചെയ്ത ചിപ്പി ഇപ്പൊ ഞാൻ കണ്ടു. ഇപ്പൊ പിന്നെ പോയി അവള്. സീക്രട്ട് ഏജ് ഫാൻസ് ആയോ നിങ്ങൾ? യെസ് ഞങ്ങള് യാമി. അതെ ഞങ്ങള് കാറിൽ ഇരുന്ന് സീക്രട്ട് ഏജന്റിനുള്ള റിവ്യൂ ഉള്ള പരിപാടിയാണ്. ഇന്നത്തെ മേജർ ന്യൂസ് എന്താണെന്നറിയില്ല. എന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. നിനക്ക് ഫിൽറ്റർ ഒക്കെ ഉണ്ട്. ഇത് എന്തോ ഇത് ഭയങ്കര ഫിൽറ്റർ ഒക്കെ. ഫിൽറ്റർ പോയി. ഇത് ചേട്ടന്റെ ആദ്യത്തെ ലൈവ്, ആദ്യത്തെ അവസരത്തെ എങ്ങാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എങ്ങോട്ടാ? ലവ്ഫുൾ ബ്രോ ചിപ്പി. ഹായ് ബഡീസ്. ഹായ്. എടാ ഞാൻ ഇവിടെ കാർ സർവീസ് ചെയ്യാൻ വന്നാടാ. പോരുന്നോ ഞങ്ങളുടെ കൂടെ അർജുൻ സാർ? ഞാൻ ഇന്ന് പോയി അർജുനോട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അത് അർജുൻ സാറിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊച്ചിന്ന് വന്നതാണ്. ഇന്റർവ്യൂ എഡിഷൻ വേറെ. അർജുൻ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എറണാകുളത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഓ ഞാൻ കോട്ടയത്ത് റിപ്പോർട്ടിംഗ് സാർ. ഇന്നലെ രാത്രി ബ്ലോക്ക് ആയോ? നമ്മൾ രണ്ടുപേരും വന്നപ്പോ കമന്റ് സെക്ഷൻ ബ്ലോക്ക് ആയോ? ഒന്നും കാണാൻ പറ്റുള്ളല്ലോ. നല്ല മഴ കൊച്ചിയിൽ. ഇവിടെ കോട്ടയത്തും നല്ല മഴ. അവിടെ മഴയാണ്, ഇവിടെ മഴ. നാട്ടിലൊക്കെ മഴ. കൊച്ചിക്ക് നാളെ പ്രതീക്ഷിക്കും. എന്നാ നടക്കട്ടെടാ, നീ ലൈവ് നടക്കും. ഞാൻ ചുമ്മാ നീനെ കണ്ടു കഴിഞ്ഞപ്പോ കയറിയതാ. ഓക്കെ ബ്രോ ബൈ. ബൈ ഗൈസ്, ലവ് യു. ഓക്കെ അവനും പോയി. ലെറ്റ് മീ ചെക്ക് ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയാ? ശ്രീധരൻ മിസ് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ്. ഇതൊക്കെ പുതിയ മിസ്സാ. ഫോളോ ചെയ്യുമ്പോ ബ്രോ ബിഗ് ഫാൻ ഫ്രം തമിഴ്നാട്. ഇതൊക്കെ പിന്നെ പുതിയ ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. സോ ലൈക്ക് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. എന്നെ നന്ദി ലൈക്ക് ലോട്ട് ഓഫ് താങ്ക്സ് പോലെ. ഹായ് തിരുവോ. ഹായ്. എവിടെയാണ് ബിൽഡിംഗ്? ഞാൻ കോട്ടയത്താണ് ബ്രോ. കോട്ടയം. ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് കപ്പയും മീൻകറിയും കഴിച്ചു. നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി. പെട്ടെന്ന് എണീറ്റ് നെസ്റ്റ് കിടക്കുന്ന ഫീൽ ചെയ്തു. നോക്കുമ്പോൾ നെസ്റ്റ് അല്ലായിരുന്നു, വീട് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ സൗണ്ട് ശ്രദ്ധിക്കുക. എന്റെ ആദ്യത്തെ ലൈവ് 24.2K. പിന്നെ എവിടെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ? ടാസ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയി തോന്നിയത്
ഏതായിരുന്നു ലാൽ സാറിന് ഒരു ഫ്ലാഗ് നമ്മുടെ ടിക്കറ്റ് ഫിനാലുള്ള ലാൽ സാർ ഫ്ലാഗ് ഓഫ് ചെയ്തൊരു ലാൽ സാർ ക്രിയേറ്റ് ചെയ്തൊരു ടാസ്ക് ഉണ്ട് നമ്മൾ ഈ ഓരോ പോയിന്റ് വെച്ചിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടം ആദ്യം ഒരു ലെവൽ കഴിയുക പിന്നെ അടുത്ത ലെവൽ കഴിയുക പിന്നെ അടുത്ത ലെവൽ കഴിയുക ദാറ്റ് വാസ് ആക്ച്വലി വെരി നൈസ് അത് ഭയങ്കര രസമാണ് നമുക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഞാൻ കണ്ടില്ല ആക്ച്വലി ഇത് സോ അത് കാണുമ്പോൾ നമുക്ക് ഐ മീൻ ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു സോ അതാണ് എന്റെ ഫേവറേറ്റ് ടാസ്ക് ആക്ച്വലി ബിഗ് ബോസിൽ ഹായ് ഓൾ ഹായ് ഈ കണ്ണാടി വെച്ച് ജാട വിചാരിച്ചെങ്കില് കണ്ണ് തിരിച്ച് അവന്നൊക്കെ ഇരിക്കും കേട്ടോ ഹായ് അർജുൻ ഹൗ യു ഐ ഫൈൻ ഹായ് ഹായ് പ്രശാന്ത് കേട്ടോ ഹായ് ഹായ് ബ്രോ ഹായ് ഫാത്തിമ ഐ മീൻ ഹായ് ശ്രീജുവിനെ പറ്റിയൊരു വാക്ക് ലൈക്ക് ഞാനത് ആക്ച്വലി ഞങ്ങളത് ലൈക്ക് അറിയാലോ പുറത്ത് വരുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസും ആ മൊമെന്റ്സ് ഒക്കെ കാണുന്നത് സോ ലൈക്ക് ഐ റിയലി എൻജോയിങ് ദാറ്റ് വീഡിയോസ് ആൻഡ് ലൈക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് റീൽസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം അങ്ങോട്ട് നോക്കി മീൻ ചിരിക്കുന്നത് അത് കണ്ടിട്ട് ഭയങ്കര രസമാണ് ലൈക്ക് എന്റെ ജാസ്മിന്റെ ആണെങ്കിലും സിജോയുടെ ആണെങ്കിലും കുറെ മൊമെന്റ്സ് സിജോക്ക് ഞങ്ങൾക്ക് കുറെ മൊമെന്റ്സ് ഉണ്ട് ഒന്നും കാണുന്നില്ല പക്ഷെ കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഞങ്ങളെ കുറെ ഫൺ മൊമെന്റ്സ് ഞാനും സിജോയും ഉള്ളതും ശ്രീധുമായിട്ടുള്ള എല്ലാം ഭയങ്കര മെക്കോ ഇപ്പം ജിൻഡോ ചേട്ടനെ ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ട് മീൻ ഈ എഡിറ്റ് ചെയ്ത എഫേർട്സ് ഒക്കെ ഭയങ്കരമായി ലൈക്ക് ഐ റിയലി അപ്രീഷിയേറ്റ് എവരി വൺ സി ഞാനൊക്കെ പണ്ട് റീൽസ് ചെയ്യാൻ വേണ്ടി കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യാൻ എന്റെ വീഡിയോ ഒക്കെ ഇപ്പം എന്റെ വീഡിയോ ഒക്കെ ഏതോ എനിക്ക് അറിയത്തില്ലാത്ത ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ട് കുറെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട്സ് ഒക്കെ കണ്ടിട്ട് ആ എഫേർട്സിനൊക്കെ ഭയങ്കര നന്ദി ലൈക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത ഈച്ച് ആൻഡ് എവറി പേഴ്സൺ എന്നെ സപ്പോർട്ട് ചെയ്ത് എസ്പെഷ്യലി സപ്പോർട്ട് ചെയ്തവർക്കും പിന്നെ എന്റെ വീഡിയോ എഡിറ്റ് ചെയ്തവർക്കും എന്റെ ആണ് എല്ലാവരും വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് ലൈക്ക് ഹായ് ജുനു സോ വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക്ക് ആ എഫേർട്ട് പിന്നെ കുറെ ഡ്രോയിങ്സ് കണ്ടു സോ എല്ലാവർക്കും എനിക്ക് പേരറിയില്ല ആരാണെങ്കിലും ലൈക്ക് അപ്പൊ എല്ലാത്തിനും ഭയങ്കര ഐ മീൻ ആ എഫേർട്സ് ഇടുന്ന എല്ലാവർക്കും ഭയങ്കര ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ യു ഓൾ ആ ഞാൻ കണ്ടു നോറ ചെയ്തതിന് അന്ന് ലാസ്റ്റ് സാർ വീക്കെൻഡ് എപ്പിസോഡ് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറെ കട്ട്സ് എനിക്ക് റീൽസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് റീൽസ് ഒക്കെ കണ്ട് ഭയങ്കര ഐ മീൻ ഭയങ്കര രസമുണ്ട് നോറയായിട്ടൊക്കെ ആണെങ്കിലും ഞാൻ കാണിച്ചതൊക്കെ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി ലൈക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഗ്ലാസ് എനിക്ക് വേറെ ഗ്ലാസ്സിൽ ചുമ്മാ കേട്ടോ ഈ ഗ്ലാസ് എന്റെ ഫേവറേറ്റ് ആണ് ആക്ച്വലി എനിക്ക് വേറെ ഒന്നും മേടിക്കാൻ പറ്റില്ല ഇത് ഞാൻ പണ്ട് മേടിച്ചു വെച്ചാൽ പോയപ്പോഴും ഞാൻ ബിഗ് ബോസിൽ കൊണ്ടുപോയി ഗ്ലാസ് ഈ ഗ്ലാസ് വെച്ച് കുറെ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇറങ്ങിയപ്പോഴും ഇതൊക്കെ തന്നെ ഇതെന്റെ ഫേവറേറ്റ് ഗ്ലാസ് ആണ് വേറെ മേടിച്ചിട്ട് വേറെ അപ്ഡേറ്റ് ശ്രീധുവിന്റെ കൂടെയുള്ള ബെസ്റ്റ് മൊമെന്റ് ലൈക്ക് എവറി മൊമെന്റ് ഇസ് ബെസ്റ്റ് ഫോർ ലൈക്ക് എല്ലാ മൊമെന്റും എനിക്ക് ബെസ്റ്റ് ഐ മീൻ എന്നെ ഡാൻസ് പഠിപ്പിച്ചൊക്കെ അവളായിരിക്കും അതിനകത്ത് ആക്ടിങ് ആണെങ്കിലും സോ എനിക്ക് എല്ലാ മൊമെന്റ്സും ബെസ്റ്റ് ആണ് ലൈക്ക് ബിഗ് ബോസിൽ എല്ലാ മൊമെന്റ്സും എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് എസ്പെഷ്യലി എനിക്ക് പറയാറില്ല ദെൻ കണ്ണ് ചീഞ്ഞ് പഴുത്തിരിക്കുകയാണ് സാർ യെസ് യൂട്യൂബ് ചാനൽ അത് ഞാൻ പറയാൻ മറന്നത് ആക്ച്വലി വെറുതെ ലാസ്റ്റ് ഒരിടയ്ക്ക് എനിക്ക് ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുന്നപ്പം തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് എന്റെ ഷോർട്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സോ അതിൽ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് 1 lakh അബോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് കണ്ടിട്ട് എനിക്ക് ഞെട്ടിപ്പോയി അതിനകത്ത് ആക്ച്വലി ഒന്നും ക്ലാസ് തരുവ ചേട്ടാ ഇല്ല സെക്രട്ടറി ക്ലാസ് തരൂല ഓക്കെ ആ യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി ആക്ച്വലി കഴിഞ്ഞിറങ്ങിയത് ഇത് ഓക്കെ ഇതെല്ലാം എനിക്ക് വേണ്ടത് ഓക്കെ ആ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഷോക്കായി ആക്ച്വലി കോഴ്സ് ഞാൻ യൂട്യൂബിൽ ഐ മീൻ എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് എന്റെ മുമ്പോട്ടെല്ലാം കാണാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം സോ കോഴ്സ് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ മാക്സിമം ട്രൈ ചെയ്യും ലാൽ സാറിനെ കെട്ടിപ്പിടിക്കുന്ന പറയുമ്പോൾ എന്താ പറയാ മെൽട്ടായി പോകുന്നൊരു ഫീൽ ആയിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ എനിക്ക് അത്രയും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും സബ്സ്ക്രൈബ് ഇത്ര ഫോളോവേഴ്സ് വരുന്നുണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എല്ലാവർക്കും വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഇപ്പൊ എവിടെ ഫുൾ ആക്ച്വലി ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു വീട്ടിൽ കുറച്ച് ഇതുണ്ടായിരുന്നു ലൈക്ക് എന്താ പറയാ യൂട്യൂബിൽ ഇന്ന് സീക്രട്ട് അല്ലാതെ ആര് ഭരിക്കാനാ യൂട്യൂബ് ഒക്കെ സോ വീട്ടിൽ എന്റെ റൂമിൽ കിടന്ന് കുറച്ച് ഉറങ്ങി പിന്നെ നല്ല കുറച്ച് കപ്പയും മീൻകറി കഴിച്ചു മമ്മിയുടെ ചോറ് കഴിച്ചു അവല് നനച്ച് കഴിച്ചു കട്ടൻ കാപ്പി അങ്ങനെ കുറച്ച് നമ്മുടെ ടിപ്പിക്കൽ ഫുഡ് ഉണ്ട് അതൊക്കെ കഴിച്ചു കഴിക്കാൻ പറ്റുന്നില്ല ബട്ട് സ്റ്റിൽ ഓരോ കോപ്പപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ മോഡലിംഗ് ടിപ്സ് നമുക്കത് അടുത്ത ലൈവ് പറയാം ടിപ്സ് ആൻഡ് അതൊക്കെ നമുക്ക് അടുത്ത ലൈവ് പറയാം സുഖമാണ് മോനെ ഐ മീൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു
ഹായ് കൃഷ് ഗായത്രി സുരേഷ് ഗണേഷ് വ്യൂ റിക്വസ്റ്റ് ഇതെന്തോ റിക്വസ്റ്റ് ജോയിൻ ഐ മീൻ വ്യൂ റിക്വസ്റ്റ് ഞാൻ ആരെല്ലാം ഒരാളും കൂടെ ആഡ് ചെയ്യാം. ഐ മീൻ ഞാൻ റാൻഡംലി ഒരാളെ ആഡ് ചെയ്യണം. എനിക്ക് അറിയില്ല ആരാണ്. ഞാൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ റാൻഡംലി ഒരാളെ ഞെക്കിയിടുന്നത്. പോയോ? എനിക്ക് ഈ ലൈവിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. ഞാൻ പഠിച്ചു തീർന്നേ ഉള്ളൂ. സീക്രട്ട് വെച്ചിട്ട് അക്സെപ്റ്റ് അറിയില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആരണ്ടൊക്കെ. ഐ മീൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഒന്നും ആവുന്നില്ല. ഞാൻ പുറത്തായിരുന്നു. ഫാനിന്റെ ലൈവിൽ എന്നെ ജോയിൻ ആക്കിയതിൽ നന്ദി. ബീച്ചിലാ? ഞാൻ ബീച്ചിലാ, കാലിക്കറ്റ് ബീച്ച്. ഓ കോഴിക്കോട്. കോഴിക്കോട് നമ്മളെ മോൺസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. വരുവോ ആവോ? മോൺസ്റ്റർ ഇപ്പൊ പറന്ന് വരും. അല്ലല്ല, മോൺസ്റ്ററിനെ വിളിച്ചപ്പോ മോൺസ്റ്റർ പറഞ്ഞ് ഞാൻ എന്തായാലും വരാം. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞു. ബീച്ചിൽ ആരില്ലെങ്കിൽ അവള് വരില്ല. അവള് മോൺസ്റ്റർ ആണല്ലോ. അതെ, ഒറ്റയ്ക്കേ വരൂ. എന്താണ് ആ കാറിൽ ഒരു ഇരുത്തം? വെല്ലുവിളി. ഞാൻ അടുത്ത സീക്രട്ട് ഏജന്റ് ആയിരുന്നു ആലോചിച്ചു. സത്യം പ്രധാ വെല്ലുവിളിയാണോ? വെല്ലുവിളിയാണ്. മറ്റൊരാളെ പാർട്ടിക്ക് കയറിയുണ്ട്. സിജോ ടീമും സിജു വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ പോവാൻ ഓക്കെ അല്ലായിരുന്നു. ഞാൻ കുറച്ച് ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാനും ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോന്നതാണ്. എനിക്ക് നേരെ കയറി പോകണം. എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഞാൻ അമൃതയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പോയി കാണിക്കണം. എടാ സെയിം സാധനം തന്നെ എനിക്കും കാണിക്കണം. ബോഡി ഡിസ്ട്രോഫി. അയ്യോ കണ്ണാടി പോലും നോക്കാൻ പറ്റുന്നില്ല. സത്യം, എനിക്ക് എന്റെ ദേഹം തന്നെ കാണാൻ വയ്യ. എനിക്കിപ്പോ സെൽഫി പോലും എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തോ ഭയങ്കര വിയേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം, അത് ഒരു എനിക്ക് നല്ല മസിലോസ് ഉണ്ടായി. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. മസില് മാത്രമല്ല, പിന്നാടിയും പോച്ച്. എല്ലാം ലോസ് അടിച്ച്. എല്ലാം പോച്ച് സാർ. ജഡ്ഡി കൂടെ ലൂസ് അടിച്ച് എന്നെ കൊണ്ട്. എവിടെ പോയി? ഹലോ. ഞാൻ കോട്ടയത്താ. വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ വന്നേ. ഇവിടെ വന്ന് സ്നേഹം ഒരേ ചീത്തവിളി. എന്തിനായിരിക്കും? ഓ എല്ലാമേ ശരി പിള്ളേരൊക്കെ ഉണ്ട് ലൈവില്. ബൈ. ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻസ് റിപ്ലൈ ചെയ്യാം. 1 മിനിറ്റ്. അർജുനെ എവിടെ ക്വസ്റ്റ്യൻ എവിടെ? ഓക്കെ. ഹായ്. അയ്യോ എന്റെ ഫോൺ ഹാങ് ആവുന്നു. ഹായ് ക്യൂട്ട് ഏഞ്ചൽ. ഹായ് ഫൈസൽ. ഐ മീൻ ഹായ് പ്രിയ. ഓക്കെ ഓൾറൈറ്റ്. ഓക്കെ, ഞാൻ ലൈവിൽ നിന്ന് പോകാൻ ടൈം ആയെന്ന് തോന്നുന്നു. സോ ലൈക്ക് ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു. വന്നു കുറച്ച് ടൈം. എനിക്ക് കുറച്ച് മീ ടൈം എടുക്കുമായിരുന്നു. എനിക്ക് കുറച്ച് ഓക്കെ ആകാൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. എന്റെ കുറച്ച് ഫിസിക്കൽ കണ്ടീഷൻ കാരണം ഇനി കുറച്ച് ടൈം എടുക്കും. ഉറപ്പായിട്ടും ഞാൻ തിരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ആക്റ്റീവായിട്ട് മേ ബി സൂൺ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആവാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്നെ എന്തെങ്കിലും കാണാൻ പറ്റും. ഉറപ്പായിട്ടും ഞാൻ ഇവിടെ തന്നെ കാണും. മക്കളെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതെ തന്നെ. സോ എല്ലാവരും നന്നായിട്ടിരിക്കൂ. ഫുഡ് കഴിക്കൂ. ശരീരം നോക്കൂ. എൻജോയ് ചെയ്യൂ എവറി മൊമെന്റ്.
ശ്രീലാലേട്ടാ എടപ്പള്ളി അമൃതയാണോ? അതെ അതെ. ഇതിൽ എവിടെ ക്വസ്റ്റ്യനും ആൻസർ ഒക്കെ തേങ്ങ. എന്നെ ഫോളോ ചെയ്യുന്നു. വീട്ടില് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഇല്ല, പ്ലാനിങ് ഉണ്ട് ആക്ച്വലി. എല്ലാവരും തിരക്കിലാണ് ആക്ച്വലി. എല്ലാവരും ഇപ്പൊ നമ്മുടെ ഈ 100 days നിന്നും അല്ലെങ്കിൽ കുറച്ചും അതിനകത്ത് നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. അപ്പൊ അത് എത്രത്തോളം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. 100 ദിവസം അവിടുത്തെ നമുക്ക് വേറെ ഡ്രീം വരില്ല. കുറെ തിങ്സ് ഡിഫറെന്റ് ആണ് ആക്ച്വലി ബിഗ് ബോസും പുറത്തുമായിട്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു വിയേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. എനിക്കിപ്പോ കുറെ ഫ്രണ്ട്സും കുറെ വന്നപ്പോ എനിക്ക് അവരുടെ ഫേസ് ഒക്കെ അപ്പോഴാണ് ഓർക്കുന്നത് ആക്ച്വലി. നമ്മൾ അതിനകത്ത് ഇന്റൻഷനിൽ ഓർക്കണമെങ്കിലേ വരുള്ളൂ. അങ്ങനെ കുറെ ഒരു എനർജിയാണ് അതിനകത്ത്. അതൊക്കെ എത്രത്തോളം പറയാൻ പറ്റുന്ന എനിക്കറിയില്ല. സോ പുറത്തിറങ്ങുമ്പോൾ വണ്ടി പോകുന്നതാണെങ്കിലും നമുക്ക് ഈ കുറെ സൗണ്ട് കേൾക്കുമ്പോഴാണെങ്കിലും അപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ഒരു ഇതുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നം മാറി വരുന്നുണ്ട്. ഐ എം ഗെറ്റിംഗ് ഓക്കെ. യാ. പിന്നെ പുതിയ പാട്ടൊക്കെ കേൾക്കുന്നു. കുറെ ലൈക്ക് കുറെയൊക്കെ നെറ്റ്ഫ്ലിക്സിൽ കുറെ മൂവീസ് ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ. Right. Thank you. Once again, I'm very thankful for everyone actually. എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി. ഇത്രയൊന്നും ഒരിക്കലും ഞാൻ യു ആർ നോട്ട് റീഡിങ് മൈ കമന്റ് കണ്ടില്ല മോളെ. ഇത് എവിടെയാണ് ആക്ച്വലി. ഇതിനെപ്പറ്റി ലൈവിനെ പറ്റി ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും. Yes. Okay, right. Yeah. So നമുക്ക് ഇനി ഒരു ദിവസം നന്നായിട്ടിരിക്കാം. ലൈക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. അല്ല ഞാനിത് പെട്ടെന്ന് ആക്ച്വലി എന്നോട് കുറെ പേര് ചോദിച്ചു ഞാൻ എവിടെ പോയേക്കുവാണ്, എന്റെ നോക്കായിരുന്നൊക്കെ കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ലൈവിൽ വന്നത്. എനിക്ക് മെന്റലി കുഴപ്പമൊന്നുമില്ല. ലൈക്ക് മെന്റലി ബിഗ് ബോസിന്റെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഫിസിക്കലി കുറച്ച് വെയിറ്റ് കുറഞ്ഞതിന്റെയും കുറച്ച് അതിനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. സോ ഐ എം ഗെറ്റിംഗ് ബാക്ക്. ലൈക്ക് കുറച്ച് ടൈം എടുത്താലും ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. സോ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന കുറെ കൊച്ചു പിള്ളേർ, കുറെ വീട്ടിലമ്മ, കുറെ എല്ലാവർക്കും ലൈക്ക് ഞാൻ ആരെന്ന് അറിയില്ലായിരുന്നു. സോ അറിയാഞ്ഞിട്ടും ലൈക്ക് ബിഗ് ബോസിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാര്, ഞാൻ അത് ചെയ്യുന്നൊക്കെ പറയും. ലൈക്ക് ഞാൻ കുറെ പേര് കണ്ടു എനിക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യുന്നു, എനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്യുന്നു, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ലൈക്ക് എല്ലാവരുടെ എഫേർട്സ് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ലൈക്ക് താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ. ഐ മീൻ എല്ലാവർക്കും എപ്പോഴും ഓഫ് കോഴ്സ് ലൈക്ക് എന്നെ ഇത്ര എത്തിച്ചത് നിങ്ങൾ മാത്രമാണ്. അപ്പം എല്ലാവരും ഈച്ച് ആൻഡ് എവറി അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഞാൻ തിരിച്ച് ആക്റ്റീവ് ആകും സൂൺ. എന്റെ എല്ലാം ബെറ്റർ ആയി കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ആക്റ്റീവ് ആയിരിക്കും. സോ ഓൾറൈറ്റ്. ഞാൻ ഡെയിലി വോട്ട് ഐ മീൻ ഓഫ് കോഴ്സ് ഡെയിലി വോട്ട് ചെയ്യുന്നവർക്കും എന്നെ പറ്റി സംസാരിച്ചവർക്കും എന്നെ ഇഷ്ടപ്പെട്ടവർക്കും ലൈക്ക് എല്ലാവർക്കും ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും ബിഗ് ബോസ് റേറ്റിംഗ് കൂടിയും ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് അറിഞ്ഞു. സോ ബിഗ് ബോസിന് എല്ലാ വ്യൂവേഴ്സിനും എല്ലാവർക്കും ഓരോരുത്തർ ഫാൻസ് കാണും. സോ എല്ലാവർക്കും താങ്ക്ഫുൾ. ഈ ഷോ ഇത്രയും വലിയ ഗ്രാൻഡ് ആക്കിയതിനും ഇത്ര സക്സസ്ഫുൾ ആക്കി റൺ ചെയ്യാൻ പറ്റിയ നിങ്ങളെ ഓഡിയൻസ് കാരണമാണ്. ഓരോരുത്തരും പറഞ്ഞു. പിന്നെ എയർപോർട്ടിലാണ് എവിടെ ചെന്നാലും എല്ലാവർക്കും എന്റെ ഫാൻ എല്ലാവർക്കും കാണും, ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് കാണും. ബട്ട് സ്റ്റിൽ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെട്ടവർക്കും അത് എൻഗേജിങ് ആയിട്ട് ഇപ്പം ഞാനിപ്പോ ഒരു സർവീസ് സെന്ററിൽ വന്നപ്പോൾ അവർ പറയുകയാണ് അവർക്ക് ജോലി തിരക്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് ഭയങ്കര വിഷമം തോന്നി. സോ ഇത് കണ്ട് ഈ ഷോ ഇത്രയും പോപ്പുലർ ആക്കി, ഐ മീൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്റെ വക, ഐ മീൻ എന്റെ വക ഐ എം വെരി താങ്ക്ഫുൾ ടു എവ്രി വൺ. ഓൾറൈറ്റ്. എല്ലാവരും ടേക്ക് കെയർ. ഞാനും ടേക്ക് കെയർ, നിങ്ങളും ടേക്ക് കെയർ. സീസണിനെ പറ്റി എന്ത് പറയാനാ? ഷീസ് ദ ബെസ്റ്റ്. അവളെ പറ്റി ഇതിൽ എന്ത് പറയാനാ? സോ ഓൾറൈറ്റ്. താങ്ക് യു ഓൾ. ഐ മീൻ താങ്ക് യു വെരി മച്ച്. ഫോൺ പോയേ. മുടിഞ്ഞു അല്ല മുടി എങ്ങനെ പോയാൽ ബൈ. അർജുൻ സൈനിങ് ഓഫ്. എന്നെ സ്നേഹിച്ച എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും എല്ലാത്തിനും ഓൾ ദ ബെസ്റ്റ്. മീൻ ഓക്കെ ബൈ. ഓക്കെ ബൈ.
ഇനി ഞാൻ ഉറപ്പായിട്ട് ഉടനെ തന്നെ ലൈവ് തരാം. നമുക്ക് വി വിൽ ടോക്ക്, എന്തെങ്കിലും മാറ്ററിനെ പറ്റി വി വിൽ ടോക്ക് ആൻഡ് എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക. ഓക്കെ, ബൈ ബൈ ബൈ, സീ യു.